ദക്ഷിണേന്ത്യക്ക് സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട പങ്കാളിത്തം, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട പാർലമെൻ്ററി പങ്കാളിത്തം വേണ്ട വിധം ഉണ്ടാവില്ല. പകരം ജനസംഖ്യ കൂടുതലാണെന്ന് ഒറ്റ കാരണമാണ് നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും കിട്ടും, കൂടുതൽ സീറ്റുകൾ കിട്ടും എന്ന ഭീതിയുണ്ട്. കഴിഞ്ഞ 2-3 മാസത്തിനിടയിൽ ഇന്ത്യയിലുണ്ടായിരിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവങ്ങളും നോക്കിയാൽ പ്രതിപക്ഷ കക്ഷികളെ പിളർത്തുക എന്ന ഒരു അജണ്ടയുമാണ് സർക്കാർ മുന്നോട്ട് വരുന്നത്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ, പുതിയ സെൻസസിൻ്റെ ഭാഗമായ ജനസംഖ്യാ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പാർലമെൻറ്റ് മെമ്പർമാരെ വിഭജിച്ചു കൊടുക്കുന്നതാണ്. അതായത് കഴിഞ്ഞ ലോകസഭാ സമ്മേളനത്തിൽ ഇങ്ങനെയൊരു നടപടിയായിട്ട് വന്നപ്പോഴും, ഒരു ഭരണഘടനാ ഭേദഗതിയായിട്ട് വന്നപ്പോഴും പാർലമെൻറ്റിലെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പുതിയ നിയമനിർമ്മാണം കൊണ്ടുവന്നപ്പോഴും അത് സ്ത്രീകൾക്കുള്ള സംവരണവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അവർ കൊണ്ടുവന്നത്. ജൂൺ 20 ആരംഭിച്ചിരിക്കുന്ന പാർലമെൻറ്റ് സമ്മേളനം വളരെ പ്രധാനപ്പെട്ട നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ബാധ്യസ്ഥമാണ്. ആഗോളതലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ യുദ്ധം, ഇന്ത്യൻ ഇക്കോണമിയെ വലിയ തോതിൽ വരിഞ്ഞു മുറുക്കുന്ന ഒരു അനുഭവമാണ് കാണിക്കുന്നത്. ഈ രാജ്യത്തേക്ക് വരേണ്ട പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായിട്ടും തടയപ്പെട്ട ഒരവസ്ഥയാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ സാധാരണ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടേണ്ട പെട്രോളിയം, അതുപോലെ തന്നെ ഗ്യാസ് തുടങ്ങിയ സംഗതികൾ കിട്ടുന്നത് വളരെ പ്രയാസത്തിലാവുന്ന ഒരവസ്ഥയിലേക്ക് പശ്ചിമേഷ്യൻ സാഹചര്യം മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആഗോള സാഹചര്യങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി, ഇതെല്ലാം രാജ്യത്തെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളാണ്. മറ്റ് തരത്തിലുള്ള രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളും നിലനിൽക്കുമ്പോഴും ഈ പാർലമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് മനസ്സിലാക്കുന്നത് നമ്മുടെ പാർലമെൻറ്റിൻ്റെ അലകും പിടിയും മാറ്റാനുള്ള ഭരണകക്ഷിയുടെ നീക്കമാണ് യഥാർത്ഥത്തിൽ ഈ പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് അവർ കാണുന്നത് എന്നാണ്. അതായത് കഴിഞ്ഞ ലോകസഭാ സമ്മേളനത്തിൽ ഇങ്ങനെയൊരു നടപടിയായിട്ട് വന്നപ്പോഴും, ഒരു ഭരണഘടനാ ഭേദഗതിയായിട്ട് വന്നപ്പോഴും പാർലമെൻറ്റിലെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പുതിയ നിയമനിർമ്മാണം കൊണ്ടുവന്നപ്പോഴും അത് സ്ത്രീകൾക്കുള്ള സംവരണവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അവർ കൊണ്ടുവന്നത്. കാരണം സ്ത്രീകൾക്കുള്ള സംവരണം എന്ന് പറയുന്നത് പൊതുവിൽ സ്വീകാര്യതയുള്ള ഒരു അജണ്ടയാണ്. പക്ഷേ അതിൻ്റെ മറവിൽ പാർലമെൻറ്റിലെ അംഗസംഖ്യ 50% വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടത്തിയത്. അതിനെ പാർലമെൻറ്റിലെ പ്രതിപക്ഷ കക്ഷികൾ അതിശക്തമായിട്ട് ചെറുത്തു. ഈ 50% ജനസംഖ്യാ വർധനവ്, പാർലമെൻറ്റിലെ അംഗങ്ങളുടെ വർധനവ് യഥാർത്ഥത്തിൽ ഒരു ദേശീയ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. പാർലമെൻറ്റിൽ പല കാലങ്ങളിലായിട്ട് പ്രതിനിധികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നേരത്തെയുള്ളൊരു കാഴ്ചപ്പാട് ഇന്ത്യയിലെ ജനസംഖ്യാ വർധനവിൻ്റെ 2026 ജനസംഖ്യ 2026 ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ പുതിയ ഒരു നിയമനിർമ്മാണത്തിന് പോകാവൂ എന്നുള്ളതാണ് ഫ്രീസിങ് പോയിൻ്റ്. അതാണ്. പക്ഷേ അതിനെ മാറ്റിക്കൊണ്ട് പുതിയ ഒരു സെൻസസ് വരുന്നു. ഈ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ മാറ്റങ്ങളിലേക്ക് അവർ പോവുകയാണ്. പുതിയ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ പാർലമെൻറ്റിലെ അംഗസംഖ്യ മാറ്റാനുള്ള നീക്കമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഇത് വലിയ പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. എന്തെന്നാൽ രാജ്യത്തുള്ള വിവിധ സംസ്ഥാനങ്ങൾക്ക് ന്യായമായിട്ടുള്ള അംഗസംഖ്യ പാർലമെൻറ്റിൽ ഉറപ്പുവരുത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ള സംവിധാനത്തിലുള്ളത്. 500 ചില്ലാനും അംഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഏറ്റവും കൂടുതൽ അംഗങ്ങൾ UP-യിൽ നിന്നാണെങ്കിൽ പോലും UP-യും ബീഹാറും രാജസ്ഥാനും അടക്കുന്ന കൗബെൽറ്റ് ഇന്ത്യയിലെ പാർലമെൻറ്റിൽ ഒരു വലിയ വിഭാഗം ആളുകളെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ പോലും ദക്ഷിണേന്ത്യ അടക്കമുള്ള പ്രദേശങ്ങൾക്കും മാന്യമായിട്ടുള്ള ഒരു പങ്കാളിത്തം പാർലമെൻറ്റിലുണ്ട്. അവരുടെ വാക്കുകൾക്ക് വിലയുണ്ട്. അവരുടെ കാര്യങ്ങൾ പാർലമെൻറ്റിൽ നടത്തിക്കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. തങ്ങളുടെ താല്പര്യങ്ങൾക്ക് എതിരാവുന്ന നിയമനിർമ്മാണങ്ങളെ തടയാനുള്ള ശേഷിയും അവർക്കുണ്ട്. അതുകൊണ്ടാണ് പാർലമെൻറ്റിലെ അംഗസംഖ്യ 50% വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഈ നിയമനിർമ്മാണം കഴിഞ്ഞ തവണ അമിത്ഷാ കൊണ്ടുവന്ന സമയത്ത് പ്രതിപക്ഷ കക്ഷികൾ സംഘടിതമായിട്ട് എതിർത്തു, അതിനെ തോൽപ്പിച്ചു. കാരണം 3-2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഭരണഘടനാ ഭേദഗതികൾ പാസ്സാക്കാൻ കഴിയും. 3-2 ഭൂരിപക്ഷം ബി ജെ പി കിട്ടിയില്ല. BJPക്ക് ഇത്തവണ പാർലമെൻറ്റിൽ അതിനുള്ള വോട്ടോ പിന്തുണയോ ഇല്ല. BJPയും സഖ്യകക്ഷികളും ചേർന്നാലും അങ്ങനെയുള്ളൊരു പിന്തുണയില്ല. പകരം അവരെന്താ ചെയ്തത്? കഴിഞ്ഞ 2-3 മാസത്തിനിടയിൽ ഇന്ത്യയിലുണ്ടായിരിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവങ്ങളും നോക്കിയാൽ പ്രതിപക്ഷ കക്ഷികളെ പിളർത്തുക എന്ന ഒരു അജണ്ടയുമാണ് സർക്കാർ മുന്നോട്ട് വരുന്നത്. TMC എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിനെ പിളർത്തി മമതയുടെ ഭാഗത്തുണ്ടായിരുന്ന മഹാഭൂരിപക്ഷം അംഗങ്ങളെയും മറുഭാഗത്തേക്ക് കൊണ്ടുവന്നു.
ശിവസേന എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ പ്രസ്ഥാനത്ത് പലർത്തിയ ഒരു വലിയ പങ്ക് എം പിമാരെ തങ്ങളുടെ ഭാഗത്തുള്ള ശിവസേനയിലേക്ക് കൊണ്ടുവന്നു. തമിഴ്നാട്ടിലെ DMK എന്ന് പറയുന്ന കക്ഷിയുടെ പിന്തുണയും അവർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. കാരണം DMKയും പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട കക്ഷിയായ കോൺഗ്രസ് തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ DMK വേണം. അപ്പോൾ DMK, TMC, ശിവസേന തുടങ്ങിയ കക്ഷികളിൽ ഒന്നുകിൽ പിളർപ്പ് അല്ലെങ്കിൽ അവരെ കൂടെ നിർത്തൽ തുടങ്ങിയ അജണ്ടകളുമായിട്ടാണ് ഇത്തവണ പാർലമെൻറ്റിൽ BJPയും സഖ്യകക്ഷികളും മുന്നോട്ട് പോകുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ ഭരണഘടനാ ഭേദഗതി പാസ്സാക്കാൻ കഴിയും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. നിലവിലുള്ള 550 മെമ്പർമാരിൽ നിന്ന് 850 താഴെ അംഗങ്ങളായിട്ട് വർദ്ധിപ്പിക്കുന്ന സമയത്ത് എല്ലാ സംസ്ഥാനങ്ങൾക്കും 50% വർദ്ധിപ്പിക്കും എന്നാണ് അമിത്ഷാ പറയുന്നത്. പക്ഷേ ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന കരട് ബില്ലുകളനുസരിച്ച് അങ്ങനെ ഒരു സംവിധാനം, അങ്ങനെ ഒരു ഉറപ്പ് അതിലില്ല. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ പുതിയ സെൻസസിൻ്റെ ഭാഗമായ ജനസംഖ്യാ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പാർലമെൻറ്റ് മെമ്പർമാരെ വിഭജിച്ചു കൊടുക്കും എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ഒരു 10-20 വർഷങ്ങൾക്ക് ഒരു കാൽനൂറ്റാണ്ടിനിടയിൽ ദക്ഷിണേന്ത്യൻ തമിഴ്നാട്, കേരളം, കർണാടകം, ഗോവ, ആന്ധ്ര തുടങ്ങിയ പല സംസ്ഥാനങ്ങളിലും ജനസംഖ്യാപരമായിട്ടുള്ള സംഖ്യ കുറഞ്ഞിട്ടുണ്ട്. ജനസംഖ്യാ വർധനവ് കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് UP, ബീഹാർ, രാജസ്ഥാൻ തുടങ്ങിയ കൗബെൽറ്റിൽ ജനസംഖ്യാ വർധനവ് കൂടി നിൽക്കുന്ന സമയമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ദക്ഷിണേന്ത്യക്ക് സംസ്ഥാനങ്ങൾ കിട്ടേണ്ട പങ്കാളിത്തം, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കിട്ടേണ്ട പാർലമെൻ്ററി പങ്കാളിത്തം വേണ്ട വിധം ഉണ്ടാവില്ല. പകരം ജനസംഖ്യ കൂടുതലാണെന്ന് ഒറ്റ കാരണമാണ് നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും കൂടുതൽ സീറ്റുകൾ കിട്ടും എന്ന ഭീതിയുണ്ട്. യഥാർത്ഥത്തിൽ ജനസംഖ്യയും വികസനവും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. ജനസംഖ്യ യഥാർത്ഥത്തിൽ വർദ്ധിച്ചു വരുന്നത് പിന്നോക്കാവസ്ഥ കാരണമാണ്. സാമ്പത്തികമായി, സാമൂഹികമായിട്ട്, വിദ്യാഭ്യാസപരമായിട്ട് ഒരു സമൂഹം മുന്നോട്ട് പോകുമ്പോൾ ജനസംഖ്യയിൽ കാര്യമായ കുറവുണ്ടാകും. യൂറോപ്പിലെയും ലോകത്തെ മറ്റു ഭാഗത്തുള്ള കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെയും അനുഭവം അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എത്രത്തോളം വിദ്യാഭ്യാസപരമായി, സാമ്പത്തികമായി, സാമൂഹികമായി മുന്നോട്ട് പോകുന്നുണ്ടോ അല്പോഴൊക്കെ തന്നെ ജനസംഖ്യയിൽ കുറവ് വരും. അങ്ങനെയല്ലാത്ത സംസ്ഥാനങ്ങളിൽ, അങ്ങനെയല്ലാത്ത പ്രദേശങ്ങളിൽ ജനസംഖ്യ കുതിച്ചുയരും. കാരണം ജനങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല, അതുകൊണ്ട് തന്നെ കൂടുതൽ കൃഷി പോലെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ആളുകൾ വേണം, അതുകൊണ്ട് കുട്ടികൾ മാക്സിമം ആവട്ടെ എന്നുള്ളതാണ് അത്തരം കുടുംബങ്ങൾ ചിന്തിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ ഈ സെൻസസിൻ്റെ ഈ പുതിയ ജനസംഖ്യാ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പുതിയ പാർലമെൻറ്റ് നിശ്ചയിക്കുകയാണെങ്കിൽ ഏറ്റവും പുരോഗമനപരമായ നിലപാടുകളെടുക്കാം, ഏറ്റവും വികസനപരമായ നിലപാടുകളെടുക്കുക, സാമൂഹികക്ഷേമ രംഗത്ത് വലിയ ഊന്നൽ നൽകിയ സംസ്ഥാനങ്ങൾക്ക് വലിയ നഷ്ടം വരും, ഹിന്ദി പ്രദേശങ്ങൾക്ക് കൂടുതൽ സ്വാധീനം വരും, അത്തരം പ്രദേശങ്ങളുടെ പിന്നോക്കാവസ്ഥ അവർക്കൊരു നേട്ടമായിട്ട് മാറും. ഇതാണ് BJPയുടെ അജണ്ട. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ഒരു ജനവിരുദ്ധമായിട്ടുള്ള, ഫെഡറൽ വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണ് BJP എടുക്കുന്നത്. പക്ഷേ അതിനോടുള്ള വിയോജിപ്പ്, അതിനോടുള്ള എതിർപ്പിനെ മറികടക്കാൻ അതിനേക്കാൾ മോശമായ, അതിനേക്കാൾ നീചമായ പ്രതിപക്ഷ കക്ഷികളെ പിളർത്തുന്ന ഒരു സമീപനം കൂടി അവർ സ്വീകരിക്കുന്നുണ്ട്. ഇത് എത്രത്തോളം വിജയിക്കും എന്നറിയില്ല. വിജയിച്ചാൽ അത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, അതിനെ ജനാധിപത്യത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആപൽക്കരമായിട്ടുള്ള ഒരു സന്ദേശമായിരിക്കും.